സിനിമകളുടെ വിജയസാധ്യതയെന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു 10-15% സിനിമകൾക്കേ മുടക്കുമുതൽ തിരിച്ചുപിടിച്ച് ലാഭമുണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. വെറും 10-15%? അതെ, അത്രയുള്ളൂ. അപ്പോൾ ഈ റിസ്ക് കാരണം ഇൻവെസ്റ്റേഴ്സ് മടിക്കും. പക്ഷേ സിനിമ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ താരങ്ങളെ വേണം താനും. അപ്പോൾ നിർമ്മാതാവിന് വേറെ വഴിയില്ല. താരങ്ങളെ കിട്ടാൻ വലിയ പ്രതിഫലം കൊടുക്കേണ്ടി വരും. ഇത് ബഡ്ജറ്റ് വീണ്ടും കൂട്ടും. ലാഭം എന്നുള്ളത് കിട്ടാക്കനിയാവും. ഇത് പൈസയുടെ കാര്യം മാത്രമല്ലല്ലോ. സിനിമയുടെ ഒരു ക്വാളിറ്റി, അതിന്റെ ഒരു ആത്മാവ്, അതിനിത് ബാധിക്കില്ലേ? ഓ, വളരെ ഗുരുതരമായി ബാധിക്കും. കാരണം നല്ലൊരു കഥ കിട്ടിയാൽ പോലും അത് ആ പ്രധാന നടൻ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റി എഴുതേണ്ടി വരും ചിലപ്പോ, താരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. അതെ, കഥയ്ക്ക് ആവശ്യമില്ലാത്ത ഫൈറ്റ് സീനുകള്, പാട്ടുകളൊക്കെ അതൊക്കെ തിരികെ കയറ്റാൻ സംവിധായകരും എഴുത്തുകാരും നിർബന്ധിതരാവും. ഇത് സിനിമയുടെ നിലവാരത്തെ വല്ലാതെ ബാധിക്കും. പണ്ടത്തെ പോലെ അമിതാഭ് ബച്ചനോ കമൽഹാസനോ ഒക്കെ സിനിമയുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ല. ശരിയാണ്. ആ ഒരു മനോഭാവം ഇന്നത്തെ പല താരങ്ങൾക്കും കുറവാണ് എന്നൊരു ആക്ഷേപമുണ്ട്. ഇതിന് പിന്നിൽ ഈ ടാലന്റ് മാനേജ്മെന്റ് ഏജൻസികൾക്കും പങ്കുണ്ടാവുമല്ലോ. തീർച്ചയായും. അവർക്ക് അവരുടെ കമ്മീഷൻ കിട്ടണമല്ലോ. അപ്പോ അവർ താരത്തിന് കിട്ടാവുന്നതിലും മാക്സിമം പ്രതിഫലം വാങ്ങിക്കൊടുക്കാൻ നോക്കും.